അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ ഖൽഖി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയ സുഹൃത്തുക്കളെ, ഖുർആൻ ചരിത്ര ഗവേഷണ യാത്രയുടെ അനുഭവങ്ങൾ ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഡൽഹിയിൽ ഒരു മാസത്തോളം താമസിച്ചിട്ടാണ് വിസയൊക്കെ കിട്ടിയത്. അതിനുശേഷം നാട്ടിലേക്ക് വന്നു. എന്നിട്ട് 5 ദിവസം നാട്ടിൽ നിന്നിട്ടുള്ളൂ. അപ്പോഴേക്കും പിന്നെ യാത്ര തുടങ്ങി. ഡൽഹിയിൽ ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നത് MCA നാസറാണ്. അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോയിലൊക്കെ ആകാശവാണിയിൽ ന്യൂസ് റീഡറൊക്കെ ആയിരുന്നു. പിന്നെ അതിനുശേഷം ആദ്യം ഞങ്ങൾ പുറപ്പെട്ടത് സൗദി അറേബ്യയിലേക്കാണ്. അന്ന് ഹജ്ജ് ടൈമാണ്. അപ്പോൾ ഹജ്ജ് ടൈമിന് ഇട്ടാൽ കുറച്ച് പ്രയാസമുണ്ട്. എങ്കിലും അത് ഹജ്ജിനും കൂടി പങ്കെടുത്തിട്ട് ഹജ്ജ് ചെയ്തിട്ട് പോകാം എന്ന നിലയ്ക്കാണ് ആദ്യം സൗദി അറേബ്യയിലേക്ക് പുറപ്പെട്ടത്. അന്ന് ഡയറക്റ്റ് പ്ലെയിനൊക്കെ വളരെ കുറവാണ്. ഞങ്ങൾ ആദ്യം ബോംബെയിലേക്ക് പോയി, അവിടുന്ന് മസ്കറ്റിലേക്ക് മറ്റൊരു ഗൾഫ് എയർ വിമാനത്തിൽ പോയി. മസ്കറ്റിൽ നിന്ന് പിന്നീട് ജിദ്ദയിൽ പോയി ഇറങ്ങി. ഹജ്ജിന് വരുന്ന ആൾക്കാർ ക്യാമറയുമായി, അന്നും ചെറിയ ക്യാമറയല്ല, അത് ഇന്നത്തെ പോലെ ഹാൻഡി ക്യാമറകളൊന്നുമല്ല, വലിയ ക്യാമറ. അതുമായിട്ട് വന്നപ്പോൾ സൗദി അവിടെ സെക്യൂരിറ്റിയിൽ അവർക്ക് ഡൗട്ട്. അങ്ങനെ അവർ പരിശോധിച്ചു. അവർ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു. ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള പണ്ഡിതന്മാർ തന്ന കത്തുകളൊക്കെ ഉണ്ടായിരുന്നു, അതും കാണിച്ചു കൊടുത്തു. അപ്പോൾ അവർ കാര്യങ്ങൾ മനസ്സിലാക്കി വളരെ എളുപ്പത്തിൽ തന്നെ ഞങ്ങളെ വിട്ടു. അവിടുന്ന് ജിദ്ദയിൽ നിന്ന് മക്കയിലെത്തി ഹജ്ജിന് മുമ്പ് ആദ്യം ഹിറ മലയിൽ, പിന്നെ സൗർ മലയിലും ഒക്കെ ഞങ്ങൾ കയറി. ഹിറ മലയുടെ ചരിത്രം നമുക്ക് പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായിട്ട് ഖുർആൻ ഇറങ്ങിയ പർവ്വതമാണ്. അതിൻ്റെ ജബൽ നൂർ എന്ന്, പ്രകാശപർവ്വതം എന്നും കൂടി പേര് പറയുന്നുണ്ട്. 1300-ലധികം സ്റ്റെപ്പുകളുണ്ട് അതിൻ്റെ മുകളിലേക്ക് കയറാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്റ്റെപ്പുകളൊന്നുമില്ല, വെറും പാറക്കെട്ടുകളല്ലേ. അപാരധീരനാണ് അള്ളാഹിൻ്റെ റസൂല് 40 വയസ്സിന് മുമ്പും എന്ന് മനസ്സിലാക്കാൻ അത് തന്നെ മതി. കാരണം ഇന്ന് പോലും നമുക്ക് അതിൻ്റെ മുകളിൽ പോയിട്ട് ഏകാന്തനായി ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണ്. ഒരു പാറക്കെട്ടിൻ്റെ ഉള്ളിൽ ഇത്രയും ഉയരത്തിൽ 1.5 മണിക്കൂറോളം വേണം അതിൻ്റെ മുകളിലേക്ക് കയറിയെത്താൻ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചെന്ന് ദിവസങ്ങളോളം അങ്ങനെ ഇരുന്നു എന്ന് കേൾക്കുമ്പോൾ അപാരമായ ധൈര്യം തന്നെയാണ്. അങ്ങനെ ഹിറ ഗുഹയുടെ ഉള്ളിൽ പോയി. ഇതൊക്കെ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതൊക്കെ ആ ഹിറ ഗുഹയിൽ ചെന്നിരുന്നിട്ട് എന്തോ പ്രത്യേകമായി പുണ്യമായിട്ട് ആൾക്കാർ അവിടെ നിന്ന് പ്രത്യേകം നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചരിത്ര പ്രാധാന്യമുള്ളത് തന്നെയാണ്. നമുക്ക് തീർച്ചയായിട്ടും ആ ഗുഹയോട് റെസ്പെക്റ്റ് ഉണ്ടാവും. എന്തുകൊണ്ട് അതായത് ഖുർആൻ ഇറങ്ങിയത് എന്നുള്ള നിലയ്ക്കുള്ളത്. അല്ലാതെ അവിടെ പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് നമസ്കരിക്കണമെന്ന് പ്രത്യേകിച്ച് പറയുകയോ അത് സൂചിപ്പിക്കുകയോ ചെയ്ത ഒരു സുന്നത്തിൽപ്പെട്ടതല്ല. അങ്ങനെ ഒരു ചര്യയാണ്, സുന്നത്താണ് എന്ന് വിചാരിച്ചാൽ അത് ഒരു ബിദഅത്തുമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതൊന്നും വേണ്ട. എങ്കിലും എന്ത് ചെയ്യുക, അത് കാണുന്നത് എനിക്ക് പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ട്? ഖുർആൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം തന്നെയാണ്. ഇത് പറഞ്ഞുണ്ടാക്കിയതൊന്നുമല്ല. യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്ത് കാണാവുന്ന ഒരു ഗുഹ തന്നെയാണ്, ഒരു പർവ്വതം തന്നെയാണ് എന്ന് കാണാവുന്നത്. ഇതിപ്പോൾ ഞാൻ ഇത് നിങ്ങൾ കാണുന്നവരെ കേൾക്കുകയും ചെയ്യുന്ന പ്രേക്ഷകരിൽ ഒരുപാട് ആൾക്കാർ കയറി കണ്ടിട്ടുണ്ടാവും ഹിറ പർവ്വതം. ഹിറ കഴിഞ്ഞ ശേഷം പിന്നെ സൗർ മലയിലേക്ക് പോയി മറ്റൊരു ദിവസം. അതും ഇതേപോലെ തന്നെ നല്ല ഉയരമുണ്ട്. പക്ഷേ ഇത് ഇത്രയും കുത്തനെയല്ല, കുറച്ചും കൂടി ചെരിവാണ് എന്ന് മാത്രം. അതും മക്കയുടെ തന്നെയാണ്. സൗർ മലയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കൂടെ ഒളിച്ചിരുന്ന ഹിറ അവിടുന്ന് മദീനയിലേക്ക് പോകുമ്പോൾ, അഥവാ ഹിജ്റ പോകുമ്പോൾ ഒളിച്ചിരുന്ന ഗുഹയാണ് സൗർ ഗുഹ. അതിനുള്ളിലേക്ക് മഴ പെയ്താൽ നേരിട്ട് കൊള്ളൂല ഉള്ളിലിരിക്കുന്ന ആൾക്ക്. പക്ഷേ ഹിറ ഗുഹയുടെ കുറച്ചൊക്കെ മഴ ഉള്ളിലേക്ക് കൊള്ളും. അതിൻ്റെ പാറയുടെ ഘടന അങ്ങനെയാണ്. സൗറിൻ്റെ ഉള്ളിലേക്ക് അവിടെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു, ആൾക്കാർ ധാരാളമായി കയറിയിട്ട്. പക്ഷേ ഞങ്ങൾ അതിൻ്റെ ഇടയിലൂടെ അതിനകത്ത് കയറി. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്ന സ്ഥലങ്ങൾ, 3 ദിവസം ഇരുന്ന സ്ഥലമൊക്കെ പകർത്തിയെടുത്തു. എന്നിട്ട് അവിടുന്ന് താഴെ ഇറങ്ങി. പിന്നെ പ്രത്യേകിച്ച് ഖുർആനിൽ പറഞ്ഞ ചരിത്ര സ്ഥലങ്ങളിൽപ്പെട്ട സ്ഥലങ്ങളിൽ ഖുബാ പള്ളി, പിന്നെ ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മക്കയുമായി ബന്ധപ്പെട്ട, പിന്നെ മീക്കാത്തിൻ്റെ ഹജ്ജിൻ്റെ സ്ഥലങ്ങളൊക്കെ ഹജ്ജിൻ്റെ മുമ്പ് തന്നെ ഒന്നുകൂടി പോയി. കാരണം ഹജ്ജിൻ്റെ സമയത്തൊക്കെ തിരക്കായിരിക്കുമല്ലോ എന്നുള്ള നിലയ്ക്ക് മുസ്ദലിഫ, മിന, അറഫ ഇതൊക്കെ വീഡിയോയിൽ പകർത്തിയെടുത്തു. പിന്നെ മദീനയിലേക്ക് പോയി. മദീനയിൽ ഉണ്ടായിരുന്ന പ്രത്യേകിച്ച് എടുത്ത് പറയാവുന്നത്, ഒന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു റൂമ എന്ന മുസ്ലിം വ്യക്തിയുടെ അടുക്കൽ നിന്ന് വാങ്ങിയിട്ട് മുസ്ലിങ്ങൾക്കായിട്ട് ദാനം ചെയ്ത ഒരു കിണറുണ്ട്. ആദ്യം ബീറു റൂമ എന്നായിരുന്നു അതിൻ്റെ പേര്. അദ്ദേഹം പൈസയ്ക്ക് വേണ്ടി അതിലത്തെ വെള്ളം
ആൾക്കാർ ചോദിക്കുമ്പോൾ വിൽക്കുകയായിരുന്നു. മുസ്ലിങ്ങൾ അവിടെ ചെന്നപ്പോൾ ആവശ്യത്തിന് വെള്ളം പൈസ കൊടുത്ത് വാങ്ങുക ചെയ്ത്. അത് ആർക്കെങ്കിലും മുസ്ലിങ്ങൾക്ക് അത് വാങ്ങിയിട്ട് ദാനം ചെയ്യുന്നവർക്ക്, വഖഫായിട്ട് കൊടുക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാരണത്താൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അത് വാങ്ങിയിട്ട് മുസ്ലിങ്ങൾക്ക് ദാനം ചെയ്തു. അതിന് ശേഷം ബിർ ഉസ്മാൻ എന്നാണ് അതിൻ്റെ പേര്. ഇപ്പോഴും നമുക്ക് ആ കിണർ അവിടെ കാണാം. ബിർ ഉസ്മാൻ മസ്ജിദ് എന്നൊരു പള്ളിയുണ്ട് അവിടെ. ആ പള്ളിയുടെ തൊട്ടടുത്ത് ആ കിണർ ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ പേര് ആ ഒരു ബോർഡും വെച്ചിട്ടുണ്ട് അവിടെ, ബിർ ഉസ്മാൻ എന്ന്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ടു. പിന്നെ മദീനയിൽ ആയിട്ട് ബന്ധപ്പെട്ട മറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ മറ്റുള്ളതൊക്കെ കാണാൻ വേണ്ടി ഇതൊക്കെ പിന്നെ എല്ലാവരും പോയി കാണുന്ന സ്ഥലങ്ങളാണ്. ഖന്തക്ക് ഒക്കെ. പിന്നെ ഞങ്ങൾ മറ്റേ ഖൈബർ എന്ന ജൂതന്മാരുടെ കേന്ദ്രമായിരുന്ന അന്നത്തെ ഖൈബർ യുദ്ധമൊക്കെ നടന്നിരുന്ന ആ സ്ഥലം, ഖൈബർ കോട്ടയുടെ മുകളിൽ ഞങ്ങൾ കയറി. മദീന ഗവർണറുടെ എഴുത്ത് ഞങ്ങൾക്ക് കിട്ടിയതുകൊണ്ടാണ് അവിടെയൊക്കെ പോകാൻ പെർമിഷൻ കിട്ടിയത്. ഇപ്പോൾ പിന്നെ സൗദി അറേബ്യയിൽ എവിടെയും ഉംറ വിസയിലോ ഒക്കെ വന്ന ആൾക്കാർക്കൊക്കെ പോകാൻ കഴിയും. അന്നത് പറ്റില്ലായിരുന്നു. അങ്ങനെ ഖൈബർ കോട്ട ഇപ്പോഴുണ്ട്. 1500 വർഷം കഴിഞ്ഞ ആ കോട്ട. അന്ന് സിമെൻറ്റൊന്നും കോൺക്രീറ്റൊന്നും ഇല്ലല്ലോ, കമ്പിയൊന്നും. പക്ഷേ ഈത്തപ്പനയുടെ തടി വെച്ചിട്ട് ഒരു ബീം ആണ്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ ഗോതമ്പ് വൈക്കോലും കളിമണ്ണും കൂട്ടി കുഴച്ചിട്ടുണ്ടാക്കിയ ആ ഒരു കോട്ട ഇന്നും 3 നില കോട്ട അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് മുകളിലേക്ക് കയറുമ്പോൾ തന്നെ കുലുങ്ങും അത്. എങ്കിലും സ്ലോ ആയിട്ട് നമ്മൾ മെല്ലെ കയറിയിട്ട് അതിൻ്റെ മുകളിൽ കയറിയിട്ട് പകർത്തിയെടുത്തു. അന്നത്തെ ജൂതക്കോട്ടയാണ്. അതിൽ നിന്ന് ഒരു തെളിവും കൂടി കാര്യം കൂടി മനസ്സിലാക്കാം. മുസ്ലിങ്ങളുടെ കയ്യിൽ ജൂതന്മാരുടെ സ്ഥലം മുഴുവൻ കിട്ടുകയും ജൂതന്മാർ കീഴടക്കുകയും ഒക്കെ ചെയ്തിട്ട് പോലും അവരുടെ ആരാധനാലയമായ ആ ഖൈബർ കോട്ട മുസ്ലിങ്ങൾ പൊളിച്ചു നീക്കിയിട്ടില്ല എന്നുള്ളതാണ്. ആ കോട്ട ഇന്നും അത് പ്രവാചകൻ്റെ വിശാല മനസ്കതയ്ക്ക് തെളിവായിട്ട് ആ ജൂതക്കോട്ട ഇപ്പോഴും സൗദി അറേബ്യയിൽ അവിടെ നിലനിൽക്കുന്നത്. ഇപ്പം അതിൻ്റെ അതിൽ ആരാധനയൊന്നുമില്ല. അവിടെ ജൂതന്മാർ പിന്നീട് ഇവിടെ നിന്നൊക്കെ പോയല്ലോ. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അന്ന് പുറത്താക്കിയിട്ടില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലത്താണ് പിന്നീട് കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പുറത്താക്കുന്നത്. നബി അവരുമായിട്ടൊരു ഒത്തുതീർപ്പ് കരാറുണ്ടാക്കി അവർക്ക് കൃഷി ചെയ്യാൻ അനുവാദം കൊടുത്തു. അതിനൊരു ഭാഗം പാട്ടമായിട്ട് മുസ്ലിങ്ങൾക്ക് തരികയാണ് ചെയ്തത്. ഇതാണ് ഒരു സംഭവം. പിന്നെ മറ്റൊന്നുള്ളത് മദായിൻ സ്വാലിഹ് എന്ന് പറയുന്ന സ്ഥലമാണ്. മറ്റൊന്ന് ബദറാണ്. ബദർ യുദ്ധം നടന്ന സ്ഥലത്ത് പോയി. ബദർ യുദ്ധം നടന്ന സ്ഥലത്ത് ചെന്നാൽ കാണാം ബദരീങ്ങൾ 300-ലധികം ആൾക്കാരുണ്ട്. ബദറിൽ ഷഹീദായ രക്തസാക്ഷികളായ 14 പേരുടെ ഖബറുകൾ അവിടെ കാണാം. ഒരു മീസാൻ കല്ല് പോലുമില്ല. ചുറ്റും അതിൻ്റെ അതിർത്തി ഒന്നിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയ കല്ലുകൾ വെച്ചിട്ടുണ്ടല്ലാതെ അതിനകത്ത് കുറേ പുല്ലുകൾ വളർന്ന് നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു ജാറം പൊങ്ങിയിട്ടുമില്ല പൊക്കിയിട്ടുമില്ല. ഒരു നിരപ്പായ സ്ഥലം പുറത്തത്തെ അതേ രൂപത്തിൽ. അതാണ് ബദരീങ്ങളുടെ ശരിക്കുള്ള ബദരീങ്ങളുടെ സ്ഥലം. അവിടെ അതിൻ്റെ പിരിവോ അതിൻ്റെ തരത്തിലുള്ള എന്തെങ്കിലും ആൾക്കാർ വരെ സുജൂദ് ചെയ്യുക അങ്ങനത്തെ കാര്യമൊന്നുമില്ല. ഞങ്ങളവിടെ ആ സ്ഥലം ചെന്നു സന്ദർശിച്ചു. ബദർ യുദ്ധം നടന്ന് മലക്ക് ഇറങ്ങിയ ഭാഗങ്ങൾ, മറ്റ് മുശ്രിക്ക് നേതാക്കളായ അബുജഹൽ പോലുള്ള ആൾക്കാർ കൊല്ലപ്പെട്ട സ്ഥലങ്ങൾ, ഇതൊക്കെ അവിടെ ഞങ്ങൾക്ക് സഹായിക്കാനുണ്ടായിരുന്നത് ഒരു ബദറുദ്ദീൻ എന്ന പേര് തോന്നുന്നുണ്ട്. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞല്ലോ. അദ്ദേഹം തിരങ്ങാടിക്കടുത്തുള്ള ഒരാളാണ്. ഞങ്ങളെ ചെന്നിട്ട് നിങ്ങൾ ബദറിൽ വന്നാൽ സഹായിക്കാം എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെന്ന് അന്വേഷിച്ചത് തന്നെ അദ്ദേഹത്തിൻ്റെ കടയിലാണ്. അങ്ങനെ അവിടുന്ന് പിന്നീട് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ റൂം താമസിച്ച് പിറ്റേന്ന് ബദർ എല്ലാം ഞങ്ങൾ വീഡിയോയിൽ പകർത്തി കണ്ടു. പിന്നീട് ഞങ്ങൾക്ക് പോകാനുള്ളത് മദായിൻ സ്വാലിഹ് എന്ന സ്ഥലത്തേക്കാണ്. മദായിൻ സ്വാലിഹ് എന്ന് പറയുന്നത് സമൂദ് ഗോത്രം 5000 വർഷങ്ങൾക്ക് മുമ്പ് പാറ തുരന്ന് വീടുകളുണ്ടാക്കിയിരുന്ന സ്ഥലമാണ്. സ്വാലിഹ് നബിയുടെ ജനത ജീവിച്ചിരുന്ന പ്രദേശമാണ്. ഞങ്ങൾ മദീനയിൽ നിന്ന് ഈ ലെറ്റർ ഉണ്ടല്ലോ, മദീന ഗവർണറുടെ ലെറ്റർ, ആ ഒരു പെർമിഷൻ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ മദായിൻ സ്വാലിഹിലേക്ക് പുറപ്പെട്ടു. ഒരു ടാക്സി മദീനയിൽ നിന്ന് റെൻ്റ് കാർ എടുത്ത് ഞങ്ങളെ ബഹുമാന്യനായ അബ്ദുൽ ലത്തീഫ് സാഹിബ്, ഇപ്പോൾ അദ്ദേഹം ഡൽഹിയിലെ സൗദി അറേബ്യൻ എംബസിയിലെ അറ്റാഷേമാരിലെ ഒരാളാണ്. അദ്ദേഹം ആണ് ഞങ്ങൾക്ക് ഡ്രൈവ് ചെയ്ത് സഹകരിച്ച് തന്നത്. അദ്ദേഹത്തെയും കൂട്ടി ഞങ്ങൾ പിന്നെ പുറപ്പെട്ടു. എന്നിട്ട് മദീനയിൽ 400 കിലോമീറ്റർ ദൂരം ചെന്നാൽ കാണാവുന്ന സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലം, അഥവാ ഈ മദായിൻ സ്വാലിഹ് എന്നാ പേര്. ഖുറാനിൽ ആ സ്ഥലത്തിന് ഹിജ്ർ എന്നാണ് പറഞ്ഞത്. ഖുറാനിൽ വസമൂദല്ലദീന ജാബു സൊഹ്റബിൽ വാദ്, മലഞ്ചെരുവിൽ പാറ വെട്ടിത്തുറന്ന് താമസിച്ചിരുന്ന സമൂദ ഗോത്രം എന്ന് സൂറത്തുൽ ഫജ്റിൽ പറയുന്നുണ്ട്. ആ സ്ഥലം ചെങ്കൽ പാറകൾ വെട്ടിത്തുറന്നിട്ട് റൂമുകളുണ്ടാക്കി അതിനകത്ത് താമസിക്കുക, ആൾക്കാർക്ക് സാധനങ്ങൾ വെക്കാനും
ആളുകൾ മറവ് ചെയ്യാനൊക്കെ ഉള്ള റാക്കുകൾ, അതിനുള്ള ലഹദ് എന്ന അവിടുത്തെ സൗദി അറേബ്യയിലൊക്കെയുള്ള ഖബറുകൾക്ക് പറയാം, അങ്ങനത്തെ സൗകര്യങ്ങൾ ഇതൊക്കെ ഉണ്ട്, ഇപ്പോഴും അവിടെ കാണാം. അതിലേക്ക് കയറാനുള്ളൊരു കോണി മാത്രമാണ് പുതിയത്, ബാക്കിയൊക്കെ അത് തന്നെയാണ്. ഇതുതന്നെയാണ് സ്ഥലം എന്നുള്ളതിന് തെളിവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലേക്ക് പോകുന്ന വഴിയിലോ മടങ്ങുമ്പോഴോ ഒക്കെ ആ സ്ഥലത്ത് കൂടെ സഞ്ചരിച്ചപ്പോൾ ഇതാണ് സമൂദ് ഗോത്രം താമസിച്ചിരുന്ന സ്ഥലം എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവരുടെ കിണർ ഒക്കെ ഉണ്ട്. അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയ സ്ഥലങ്ങളിൽ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ ആ ഒരു ചരിത്രബോധം ഉൾക്കൊണ്ടുകൊണ്ടാണ് പോകേണ്ടത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ കരയണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കരയണം എന്ന് പറഞ്ഞാൽ അർത്ഥം യഥാർത്ഥത്തിൽ അത് ഇങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് കരഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്നല്ല, ആ ഒരു ചരിത്രബോധം ഉൾക്കൊള്ളണം, ഉല്ലസിക്കാനുള്ള ഒരു ബോധത്തോടു കൂടി ഉല്ലാസയാത്ര എന്ന നിലയ്ക്ക് അവർക്ക് ശരിക്കും പോകരുത് എന്ന് തന്നെയാണ്. അതേസമയത്ത് ഇത്തരം സ്ഥലങ്ങളിൽ പോയി കാണാൻ ഖുർആൻ പറയുന്നുണ്ട്, കുൽ സീറു ഫിൽ അർളി ഫൻദുറു കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ, ഭൂമിയിൽ സഞ്ചരിക്കുക, നിങ്ങൾ എങ്ങനെയായിരുന്നു കളവാക്കിയിരുന്ന പ്രവാചകന്മാരുടെ സന്ദേശങ്ങൾ കളവാക്കിയിരുന്ന ജനതയുടെ അന്ത്യം എന്ന് നിങ്ങൾ നോക്കി കാണുക എന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിലൊക്കെ പോയി കാണാം, പഠിക്കാം. പക്ഷേ ഒരു പഠനയാത്ര എന്ന നിലയ്ക്ക് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയായിരിക്കണം യാത്ര ചെയ്യുന്നത്. അവിടെയൊക്കെ ഞങ്ങൾ പോയി ഇത് വീഡിയോയിൽ പകർത്താൻ ഒരുങ്ങിയപ്പോൾ അവിടെ തടസ്സം ഉണ്ടായി. 22 കിലോമീറ്റർ ദൂരെയുള്ള അല്ലുലയിലേക്ക് തിരിച്ചു പോരേണ്ടി വന്നു. കാരണം ഒന്നാമത്തെ ദിവസം പറഞ്ഞവർ ഇവിടെ നിങ്ങളിപ്പോൾ ഇപ്പോൾ ഉച്ച കഴിഞ്ഞു, ഇന്ന് പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ തിരിച്ച് ഞങ്ങൾ അല്ലുലയിലേക്ക് വന്നു. അതിനുശേഷം അല്ലുലയിൽ നിന്ന് അവിടുത്തെ അതിൻ്റെ ഓഫീസുണ്ട്, ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ്, അവിടുന്ന് വിളിച്ച് പറയിപ്പിച്ചു. എന്നിട്ട് അന്ന് അവിടെ താമസിച്ചു. അവിടെ സൗകര്യങ്ങളൊന്നുമില്ല താമസിക്കാൻ, ഒരൊറ്റ ഹോട്ടൽ കിട്ടി. അവിടുന്ന് പിറ്റേ ദിവസം വീണ്ടും അല്ലുലയിൽ നിന്ന് 22 കിലോമീറ്റർ ദൂരെ ഈ പറഞ്ഞ മദായിൻ സ്വാലിഹ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സമൂദ് ഗോത്രത്തിൻ്റെ പാറ തുറന്ന വീടുകളുടെ അവിടെ എത്തി കയറാൻ നോക്കിയപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ഈ ലെറ്ററിൽ മദീനയിൽ തന്ന ഈ ലെറ്ററിൽ മദായിൻ സ്വാലിഹ് എന്നല്ല കൊടുത്തിട്ടുള്ളത്, അല്ലുല എന്ന് കൊടുത്ത്, അതൊരു പറ്റില്ല എന്ന് പറഞ്ഞു. തിരിച്ച് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരേണ്ടി വന്നു. ഇതൊക്കെ സമയം പോവുകയാണ്, കാറോടും വേണം. ആലുലയിൽ നിന്ന് പിന്നെ വീണ്ടും പറയിപ്പിച്ച് ക്ലിയറാക്കി അവിടെ ചെന്നേക്കുമ്പോൾ ഓഫീസ് എന്ന് പറഞ്ഞു, നിങ്ങൾ ഈ ഫോട്ടോമേലല്ല സീലടിച്ചത്, ഇപ്പുറത്താണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും മടക്കി. അങ്ങനെ പിറ്റേ ദിവസവും ഉച്ചയായി. എങ്കിലും അതിന് ശേഷം ഞങ്ങൾ പിന്നെ കയറി അതിനകത്ത് വീഡിയോയിൽ പകർത്തിയെടുത്തു. ഇതൊക്കെ ഖുർആൻ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളായിരുന്നു മനസ്സിലാക്കുക. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് BC 3000 എന്ന് പറയാം. ആ കാലഘട്ടത്തിൽ സമൂദ് ഗോത്രം താമസിച്ചിരുന്ന സ്ഥലമാണ്. അവരെ അള്ളാഹു ഒരു ഭയാനകമായ ശബ്ദത്തിലൂടെയാണ് നശിപ്പിച്ചത്. അവർക്ക് പ്രഭാത സമയത്ത് ഒരു ശബ്ദം അവരെ പിടികൂടി എന്ന് ഖുർആൻ പറഞ്ഞു. അങ്ങനെ അവിടെ നശിപ്പിക്കുകയാണ് ചെയ്തത്. അവർക്ക് അള്ളാഹു നൽകിയിരുന്ന ഒരു മജ്സത്ത് അമാനുഷിക രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടൊരു ഒട്ടകം പാറയിൽ നിന്ന് ഇറങ്ങി വന്നു. ഇതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്നുള്ളതിന് ദൂതനാണെന്നുള്ള തെളിവ് സാലിഹ് നബിക്ക് അള്ളാഹു നൽകിയത്. ആ ഒട്ടകം അവർക്കിടയിലൂടെ നടന്നു. ഇത് അള്ളാഹുവിൻ്റെ ഒട്ടകമാണ്. ഹാദിഹി നാഖത്തുല്ലാഹി ദറുഹാ തൗക്കുൽ ഫി അർളില്ലാഹി, ഇത് അള്ളാഹുവിൻ്റെ ഒട്ടകമാണ്, നിങ്ങളതിനെ ഭൂമിയിൽ വിട്ടേക്കുവാണ്, അതിനെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ ഖദാർ ബിൻ സാലിഫ് എന്നാണ് മുഫസ്സിറുകൾ പറയുന്നത്, ഒരു വ്യക്തി അതിനെ പോയി അറുത്തു. അള്ളാഹുവിൻ്റെ ഒട്ടകം എന്ന് പറഞ്ഞാൽ ആ ഒട്ടകത്തെ അറുത്തു. അതോടുകൂടി സ്വാലിഹ് നബി അവരോട് പറഞ്ഞു, തമത്തഉ ഫീ ദാരിക്കും സലാസത അയ്യാമിൻ, 3 ദിവസം ഇനി വീട്ടിൽ വിശ്രമിച്ചോളൂ, അപ്പുറം നിങ്ങൾക്ക് ജീവിതമില്ല എന്ന് പറഞ്ഞു. നിങ്ങളതിനെ ഉപദ്രവിച്ചാൽ നിങ്ങൾക്ക് ശിക്ഷ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടും അവർ വെല്ലുവിളിച്ചുകൊണ്ട് അതിനെ അറുത്തു. 3-ാമത്തെ ദിവസം നേരം പുലർന്നാൽ സമയം പൂർത്തിയാവുകയാണ്. അതായി പറഞ്ഞ ദിവസം. പക്ഷെ അപ്പോഴേക്കും ഒരു ചൂട് അനുഭവപ്പെട്ടു. അവർ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ഒരു ഭയാനകമായ സൗണ്ട് അവരെ പിടികൂടി, ഒരു ഇടിമുഴക്കം. ആ ജനത മരിച്ചു വീണു, അവരുടെ വീടുകൾ ബാക്കിയായി. ഇതാണ് ഇതിൻ്റെ ചരിത്രം. പ്രവാചകന്മാരെ കളവാക്കിയ ജനതയ്ക്ക് ഉണ്ടായ സംഭവങ്ങൾ. ഇത് പ്രകൃതി സംഭവങ്ങളാണ്, ഇത് മാത്രമാണ് എന്ന് ചിലർ വിചാരിക്കും. അങ്ങനെയല്ല. ഈ പ്രകൃതി സംഭവത്തിൻ്റെ പിന്നിലും അള്ളാഹു ആണ് പ്രവർത്തിക്കുന്നത്. അതിന് ഒരു കാര്യകാരണ ബന്ധമൊക്കെ ഉണ്ടാവും. കൊടുങ്കാറ്റുണ്ടാവാനുള്ള ഒരു പ്രകൃതിയിലെ കാരണമുണ്ട്, ഭൂകമ്പത്തിൻ്റെ കാരണമുണ്ട്, അഗ്നിയോടത്തിൻ്റെ കാരണമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ഈ കാരണങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലും അള്ളാഹുവിൻ്റെ കൺട്രോൾ തന്നെയാണ്, അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് തന്നെയാണ് ഇതും സംഭവിക്കുന്നത്. ഒന്നും ഒരു യാദൃശ്ചികമായ ഒരു പ്രകൃതി സംഭവം മാത്രമല്ല. അതുകൊണ്ട് അള്ളാഹുവിനെ ധിക്കരിച്ച് ജനതയ്ക്ക് ചരിത്രത്തിലുടനീളം ഉണ്ടായിരുന്ന നാശങ്ങളെക്കുറിച്ച് ഖുർആൻ ഇതിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ഇനിയുള്ള ജനങ്ങൾ തിരുത്തി സത്യസന്ദേശത്തെ അംഗീകരിക്കണം എന്ന ഒരു മെസ്സേജാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. അസ്സലാമു അലൈക്കും.